Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS ലക്ഷ്യം വെച്ച് തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് അവർ പഠിച്ചു തുടങ്ങേണ്ട അല്ലെങ്കിൽ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം പല ആളുകളുടെയും ലക്ഷ്യം IAS നേടുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇറങ്ങുകയും വ്യക്തമായൊരു സ്ട്രാറ്റജി പ്ലാനിങ് അല്ലെങ്കിൽ വ്യക്തമായ ട്രാക്കിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ പേരിൽ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് പോലും പലപ്പോഴും ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വ്യക്തമായിട്ട് നമ്മൾ ഇറങ്ങുന്ന ലക്ഷ്യത്തിലേക്ക് വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങോടുകൂടി വിജയത്തിലെത്തിയവരുടെ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങേണ്ട 5 കാര്യങ്ങൾ ഇതിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ഘട്ടം ഘട്ടത്തിൽ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് UPSC പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോട് കൂടി നമ്മൾ ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്. UPSCയുടെയും KSയുടെയും ക്ലാസ് നടക്കുന്നുണ്ട്. അതെല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിന് വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ്സുകൾ, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്സുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം UPSC പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ UPSC എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ആൾ എവറസ്റ്റിൻ്റെ ഘടനയും അതിൻ്റെ ഉയരവും അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കാതെ അത് കീഴടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുപോലെ തന്നെ UPSC എന്താണെന്ന് വ്യക്തമായൊരു ധാരണയില്ലാതെ അത് നേടുക, അതിനെ വിജയിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട UPSC മനസ്സിലാക്കുക എന്നുള്ളത്. UPSC മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ധാരാളം, നമ്മൾ 50-ലധികം വീഡിയോസ് UPSCയുമായി ബന്ധപ്പെട്ട ധാരാളം മാത്രം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് തുടക്കക്കാർക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്തരത്തിൽ വീഡിയോസിന് കണ്ടുകൊണ്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ UPSC പഠിക്കാൻ മറ്റൊരു കാര്യം, നമുക്ക് എഴുതാൻ പോകുന്ന എക്സാം എന്താണെന്ന് വ്യക്തമായ ധാരണ കിട്ടാൻ വേണ്ടി UPSC സിലബസ് എടുത്ത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, വായിക്കണം. അത് വ്യത്യസ്ത ആളുകൾ ധാരാളം ടോപ്പേഴ്സൊക്കെ ചെയ്തിട്ടുള്ള അനാലിസിസ് ഉണ്ട് ആ വീഡിയോസ് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ UPSC സിലബസുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക, സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓൾറെഡി UPSC ടോപ്പേഴ്സും അല്ലാത്ത നമ്മളെ പോലെ വീഡിയോസൊക്കെ അതിനെക്കുറിച്ച് ചെയ്ത ആളുകളുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനുവേണ്ടി അനാലിസിസ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ UPSC ടോപ്പേഴ്സിൻ്റെയും UPSC കിട്ടിയ ആളുകളുടെയും അനുഭവങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ UPSCയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. UPSC എന്താണെന്ന് മനസ്സിലാക്കിയാലേ, നമ്മൾ ഹിമാലയ എന്താണെന്ന് മനസ്സിലാക്കിയാലേ എങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേ രീതിയിൽ UPSC എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഒന്നാമത്തായിട്ട് ചെയ്യേണ്ട കാര്യം, അണ്ടർസ്റ്റാൻഡ് ദി UPSC. അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സോഴ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് UPSC എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായൊരു സ്ട്രാറ്റജി പ്ലാനിങ് ആണ്. നിങ്ങളിപ്പോൾ എത്ര വർഷം കൊണ്ട് ചെയ്യുന്ന ആളാണെങ്കിലും, ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണെങ്കിൽ 3 വർഷം കൊണ്ടുള്ള പ്ലാൻ ആയിരിക്കും. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് 2 വർഷം കൊണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്ര വർഷം പ്ലാൻ വെച്ച് ചെയ്തുകൊണ്ട്, അപ്പോൾ എത്ര വർഷത്തെ പ്ലാൻ ആണെങ്കിൽ, എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ അത് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത്രയും വർഷത്തേക്കുള്ളൊരു പ്ലാനിങ് സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, അഥവാ നമ്മളുടെ UPSC മനസ്സിലാക്കി ഐഡിയ വെച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒരു മെൻറ്ററിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു UPSC കിട്ടിയ ആളുകളെയോ അല്ലെങ്കിൽ UPSC പഠിക്കുന്ന ആളുകളെയൊക്കെ മെൻറ്ററായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ്, ഒരു വ്യക്തമായ, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നുള്ളതാണ്. മീൻസ് ചർച്ചിൽ പറഞ്ഞതാണ്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടിയേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം എത്ര വർഷം കൊണ്ട്, ഈ 3 വർഷത്തെ പ്ലാൻ ആണെങ്കിൽ ഫസ്റ്റ് വർഷം ഞാൻ എന്ത് ചെയ്യണം, അത് ഫസ്റ്റ് വർഷം പോയിട്ട് നിങ്ങൾ 3ാമത്തെ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള താല്പര്യം പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർഷം ഞാൻ എന്ത് ചെയ്യണം, എന്തിനാണ് തുടങ്ങേണ്ടത്, ഡെയിലി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മന്ത്ലി എന്ത് ടാർഗറ്റ് വെക്കണം, ഇയർലിയിലേക്ക് എന്ത് ടാർഗറ്റ് വെക്കണം, അതെങ്ങനെ റിവിഷൻ ചെയ്യണം, എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ സ്ട്രാറ്റജിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ തന്നെ 1 വർഷത്തെയും 2 വർഷത്തെയും 3 വർഷത്തെയൊക്കെ സ്ട്രാറ്റജികളുടെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്ത് കാണാവുന്നതാണ്. അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് സ്ട്രാറ്റജിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ആവേണ്ട ഒരു കാര്യമാണ് ഞാൻ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. നിങ്ങൾ സിലബസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പം പ്രിപ്പറേഷൻ ആരംഭിക്കുന്നു അപ്പം മുതൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയർസ് എന്നുള്ളതാണ്.
കറണ്ട് അഫെയർസ് വ്യക്തമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലേക്കും നമ്മളിപ്പം UPSCയുടെ ആ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ GS 1, 2, 3, 4 പ്രിലിംസ് എല്ലാ ടോപ്പിക്കുകളൊക്കെ വരുന്ന സമയത്ത് അതിലെല്ലാത്തിലേക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് കറണ്ട് അഫെയർസ് എന്നുള്ളത്. കറണ്ട് അഫെയർസ് ആനുകാലികമായി നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും സോഴ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഡെയിലി പത്രം വായിക്കുക, ഒരു മലയാള പത്രം, ഇംഗ്ലീഷ് ഹിന്ദു പോലത്തെ ഒരു ഹിന്ദു പത്രം, അതുപോലെ തന്നെ യൂട്യൂബിൽ കിട്ടുന്ന വീഡിയോ അനാലിസിസുകൾ, നല്ല വാർത്താ ചാനലുകൾ BBC പോലത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഓൾ ഇന്ത്യ റേഡിയോ പോലത്തെ ചാനലുകൾ നിങ്ങൾക്ക് അതിന് വേണ്ടി കാണാവുന്നതാണ്. യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ്, TV ചാനൽ കാണാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കറണ്ട് അഫെയർസിന് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ UPSC മാത്രം ഫോക്കസ് ചെയ്തിടുന്ന ചാനലുകൾ നമ്മുടെ അനാലിസിസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വിഷൻ IAS, ദൃഷ്ടി IAS, ഇൻസൈറ്റ് IAS സൈറ്റുകൾ അവരെന്ത് ചെയ്യാറുണ്ട്, ഡെയിലി കറണ്ട് അഫെയർസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കറണ്ട് അഫെയർസിന് വേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് മുതൽ കറണ്ട് അഫെയർസ് സ്റ്റാർട്ട് ചെയ്യണം. കറണ്ട് അഫെയർസ് പഠിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതലാണെങ്കിൽ തന്നെ അത് മുതൽ പഠിച്ചു തുടങ്ങണം. പിന്നെ തേർഡ് ഇയർ ആകുമ്പോൾ നോട്ടുണ്ടാക്കിയാൽ മതി. പക്ഷേ ഫസ്റ്റ് ഇയർ മുതലേ നിങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഹാബിറ്റാക്കി മാറ്റുക. അത് പല രീതിയിൽ നിങ്ങളെ ഗുണം ചെയ്യുന്നതാണ്. പത്രവായന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സമയത്താണെങ്കിലും, ഇപ്പം ഇനി ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലും ഡിഗ്രി മുതലുള്ള ആളാണെങ്കിലും PG കഴിഞ്ഞ ആളാണെങ്കിലും ഒക്കെ വായിക്കേണ്ട ഒരു കാര്യമാണ് NCERT. ഇത് രണ്ടും നിങ്ങളുടെ പ്ലാനിങ്ങിലോട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ NCERT ആണ് നാലാമത്തെ കാര്യം എന്നുള്ളതാണ്. NCERT എന്ന് പറയുമ്പോൾ ഏകദേശം 6th മുതൽ +2 വരെയുള്ള പ്രധാനപ്പെട്ട ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ NCERT പക്ക നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റുള്ള സബ്ജക്റ്റിലേക്കൊക്കെ ബേസിക് ആണെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. ജോഗ്രഫിയൊക്കെ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ NCERT വായനയാണ് നിങ്ങൾ നാലാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. NCERT നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം. ഓരോ NCERT വായിക്കുമ്പോഴും അത് നോട്ട്സ് ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ അത് ആൻസർ റൈറ്റിംഗ് ചെയ്യണം. അതിൻ്റെ ബേസ് ചെയ്തുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇത്തരത്തിൽ കംപ്ലീറ്റ് NCERT കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ, ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാമിൽ. ആൻസർ റൈറ്റിങ്ങോട് കൂടിയും അതുപോലെ തന്നെ MCQs ചെയ്തുകൊണ്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മുതൽ അതിൻ്റെ NCERT കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് NCERT കവർ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് നിങ്ങൾ നാലാമത്തെ കാര്യം ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പല രീതിയിലും സ്റ്റാർട്ട് ചെയ്യാം. ഈ ബേസിക് ഇത് കറണ്ട് അഫെയർസ് സ്വന്തമായിട്ട് വേണമെങ്കിൽ തുടങ്ങാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ പ്രിപ്പറേഷനാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ സീരിയസ് പ്രിപ്പറേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പം ഓൾറെഡി നിങ്ങൾ സെൽഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സെൽഫായിട്ട് ഇത്തരത്തിലുള്ള പഠിച്ച ആളുകളുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സെൽഫായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. സെൽഫായിട്ട് ചെയ്യുമ്പോൾ UPSC ട്രാക്കിലാണെന്നുള്ള എപ്പോഴും ഉറപ്പ് വരുത്തുക. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകം നിർബന്ധമായിട്ട് അവർക്ക് വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ വ്യക്തമായ ട്രാക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ. ഒന്ന്, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നോട്ട് മേക്കിംഗ് നിർബന്ധമായിട്ട് ശ്രമിക്കുക. നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടൻസ്, എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നോട്ട് മേക്കിംഗ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിവിഷൻ നിർബന്ധമായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അത് പ്രിലിംസിനെയും മെയിൻസിനെയും ഫോക്കസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തി. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ലൈവായിട്ട് സൂമിലൂടെയുള്ള ക്ലാസ് നടക്കുന്നത്. PCM ക്ലാസ് എന്ന് പറയും, പ്രിലിംസ് കം മെയിൻസ്, പ്രിലിംസിനെയും മെയിൻസിനെയും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. 2023 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യുന്നത് പഠിക്കാം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസാണ്, അതിന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ആ സെൽഫ് പ്രിപ്പറേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കാം. സെൽഫ് പ്രിപ്പറേഷൻ കിട്ടില്ല എന്നൊന്നുമില്ല, കുറച്ച് ധാരാളം പേർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ കിട്ടിയ ആളുടെ എണ്ണം കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സെൽഫായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ ട്രാക്കിലല്ല, ആ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിലൊക്കെ ആണെങ്കിൽ ഇതേ പ്രശ്നങ്ങളായിട്ട് വരാം. അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സെൽഫായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് UPSCയെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് വ്യക്തമായ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്. മൂന്നാമത്തെ കാര്യം കറണ്ട് അഫെയർസ്. 4 NCERT. 5 നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും UPSC ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഉടനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.